സർ, തെരഞ്ഞെടുപ്പ് അടുക്കാറായി. സിപിഎമ്മിനേറ്റ വലിയൊരു തിരിച്ചടിയാകുമോ കെ.ബി. ഗണേഷ് കുമാർ വിഷയം എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായി വന്നു. ഇന്ന് പത്രങ്ങളിൽ ഉൾപ്പെടെ അതൊരു വലിയ വാർത്തയാണ്. കെ.ബി. ഗണേഷ് കുമാറിന്റെ അവിഹിതം എന്ന തരത്തിലാണ് വാർത്ത വരുന്നത്. പക്ഷെ കേവലം ഒരാളുടെ ഇല്ലീഗൽ അല്ലെങ്കിൽ മാരിറ്റൽ അഫെയർ എന്നതിനേക്കാൾ ഉപരി കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു ചർച്ചയാവുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മന്ത്രിയാണ്. കേരളത്തിലെ നമ്മുടെ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന അതും ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത് ചർച്ചയാവുന്നത്. ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വീഴ്ചകൾ ഉണ്ടാവുക എന്നത് വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം ചർച്ചയാക്കുക എന്നതിനേക്കാൾ ഉപരി ഇന്നേ കാരണം കൊണ്ടാണ് എന്ന് ABC മലയാളം ന്യൂസ് തുടക്കത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മൾ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത്. ഈ വിഷയത്തെ ജയസൂര്യൻ സാർ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവൃത്തികളെ എങ്ങനെ വിലയിരുത്താം? കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാറ്റം നമ്മൾ കാണാതെ പോകരുത്. അതായത് അമേരിക്കയിലും യൂറോപ്പിലും ആണെങ്കിൽ പോലും വ്യക്തിപരമായിട്ടുള്ള പരിശുദ്ധിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇന്നും വളരെയേറെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കെതിരെ ഈ രീതിയിലൊരു ആരോപണം വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെച്ച് അവർ പോകുമായിരുന്നു. നമ്മൾ പാശ്ചാത്യരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മൂല്യബോധത്തെ സംബന്ധിച്ചുള്ള പുറമേയുള്ള നാട്യം വളരെ പോളിഷ്ഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഹൈ മൊറാലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവിടുത്തെ ഇതുപോലുള്ള ആരോപണങ്ങളെ തുടർന്ന് പലരും മന്ത്രിമാർ രാജിവെക്കാറുണ്ട്, പ്രസിഡന്റുമാർ രാജിവെക്കാറുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ഇതേ മന്ത്രി ഇതേ കുറ്റം മറ്റൊരു മുന്നണിയിൽ നിന്നുകൊണ്ട് UDF-ൽ നിന്നുകൊണ്ട് ചെയ്തപ്പോൾ LDF-ന്റെ ഭാഗത്ത് വലിയ കോളിളക്കം ഉണ്ടായി, വലിയ സമരം ഉണ്ടായി, വലിയ പ്രതിഷേധം ഉണ്ടായി. പക്ഷെ അതേ മന്ത്രി അതേ കുറ്റം സ്വന്തം മുന്നണിയിൽ നിന്ന് ചെയ്യുമ്പോൾ യാതൊരു ചലനവും ഇല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗണേഷ് കുമാർ എന്ന് പറയുന്നയാള് സംസ്ഥാനത്തെ മികച്ച ഒരു മന്ത്രിയാണ്, നല്ല MLA ആണ്. അതിനൊക്കെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നുണ്ട്, റേറ്റിംഗ് ഉണ്ട്, സർവേകളിലും പോളുകളിലും ഒക്കെ തന്നെ അദ്ദേഹം വളരെ മുമ്പിലാണ്. അപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ മൊറാലിറ്റിയെ സംബന്ധിച്ചും മൂല്യങ്ങളെ സംബന്ധിച്ചും പറയുമ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന് അനുകൂലമായി സംസാരിക്കുന്നതാണോ വോട്ട് കിട്ടുന്നത്, പ്രതികൂലമായി സംസാരിക്കുന്നതാണോ വോട്ട് കിട്ടുന്നത്? ഇതാണ് ഇന്ന് രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോ ഗണേഷ് കുമാറിനെ തുറന്ന് എതിർത്താൽ വോട്ട് നഷ്ടപ്പെടുമെങ്കിൽ, ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ രാജിവെക്കണ്ട. ഈ ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ, കേരളത്തിന്റെ പൊതുബോധവും കേരളത്തിന്റെ സാംസ്കാരിക നിലവാരവും വേടനാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ വേടനെ കൊണ്ടൊരു പ്രസ്താവന ഇറക്കിച്ചെന്നിരിക്കട്ടെ, ഗണേഷ് കുമാർ ചെയ്തതാണ് ശരി, ഗണേഷ് കുമാറിന്റെ ഭാര്യമാരുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കണം എന്ന് വേടൻ പറഞ്ഞാൽ, വേടൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്ന പൊതുസമൂഹമായി മലയാളി മാറിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇത് LDF-നും അറിയാം, UDF-നും അറിയാം. അപ്പോ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും അതൊക്കെ തന്നെ ഒരു വേടൻ സംസ്കാരത്തിലേക്ക് മാറിക്കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മോശമാണെന്ന് പറയുന്ന, തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങളും ഇന്ന് ശരിയാണ് എന്ന് വരികയാണ്. ഇന്നലെ ചെയ്ത ഒരബദ്ധം മർത്യൻ ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. മഹാകവി കുമാരനാശാൻ പണ്ടേ ദീർഘദർശനം ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അതുകൊണ്ട് നമുക്ക് തോന്നും ഇത് തെറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇത് മോശമാണ്. പക്ഷെ പൊതുസമൂഹത്തിന് ഇതൊക്കെ ഒരു കേമത്തമായിട്ടാണ് തോന്നുന്നതെങ്കിൽ കെ.ബി. ഗണേഷ് കുമാർ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. കാരണം വ്യക്തിപരമായിട്ടുള്ള മൂല്യബോധങ്ങൾക്ക് തരിമ്പും പ്രാധാന്യം കൊടുക്കാത്ത, കുടുംബ ബന്ധങ്ങളിൽ യാതൊരു മൂല്യങ്ങളും ദീക്ഷിക്കാത്ത ആൾക്കാരെ അതിമാനുഷരായിട്ടും മഹാന്മാരായിട്ടും പാടി വാഴ്ത്തുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. അതിപ്പോ എങ്ങനെയാണ് പൊതുസമൂഹം അതിനെ എടുക്കുക എന്നുള്ളത് നമ്മളെക്കാളൊക്കെ കൂടുതൽ, അതായത് മീഡിയയേക്കാൾ കൂടുതൽ, സബ്ജക്ട് എക്സ്പെർട്ടുകളെക്കാൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. അതുകൊണ്ട് എനിക്കൊരു പേടി, ഇപ്പം ഈ ഗണേഷ് കുമാറിന്റെ താരമൂല്യം ഉയർന്നിരിക്കുന്നു, ഗണേഷ് കുമാറിന് വോട്ട് നേടാനുള്ള കഴിവ് വർദ്ധിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഇതൊരു ഭൂഷണമായിട്ടാണ് അദ്ദേഹത്തിന് സ്വയം തോന്നുന്നത് എങ്കിൽ കൂടുതൽ വോട്ട് കിട്ടാനും നിയമസഭയിൽ വിജയിക്കാനും വേണ്ടി
മറ്റു മന്ത്രിമാരും എംഎൽഎമാരും ഗണേഷ് കുമാർ ചെയ്തതുപോലെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊരു ഭയമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജയസൂര്യൻ സാർ. ഇവിടെ നമുക്ക് എങ്ങനെ ഗണേഷ് കുമാറിനെ കുറ്റം പറയാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. യെസ്, ഗണേഷ് കുമാർ ചെയ്തത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ്. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് പബ്ലിസിറ്റി ലഭിക്കുന്നു എന്നതിനെ അദ്ദേഹം പോസിറ്റീവായിട്ടും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രദേശം പത്തനാപുരമാണെങ്കിൽ അവിടെയുള്ള ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ എത്രത്തോളം സാധിക്കും എന്നത് എനിക്കറിയില്ല. കാരണം നമുക്കറിയാം ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ ഭാര്യ, അവരുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, അവരന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ അതിനുശേഷം ഗണേഷ് കുമാർ എത്ര തവണ ജയിച്ചു? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്ന ചോദ്യം. ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു, അദ്ദേഹം വീണ്ടും മന്ത്രിയായി, വീണ്ടും MLA ആയി, ജനപ്രിയ നേതാവായി തുടരുന്നു. ഗണേഷ് കുമാറിന്റെ രണ്ടാമത്തെ ഭാര്യ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു, പോലീസിനെ വിളിച്ചു, പോലീസ് ഒന്നും ചെയ്യുന്നില്ല, ഭരണകൂടത്തിനെ അഭയം പ്രാപിച്ചു, ഭരണകൂടം ഗണേഷ് കുമാറിന്റെ കൂടെയാണ്, പോലീസ് ഗണേഷ് കുമാറിന്റെ കൂടെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കാര്യം മുന്നോട്ട് പോകാനുള്ള സാധ്യത, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിൽ പോലും ഈ അനാശാസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നതെങ്കിൽ വരാൻ പോകുന്ന ദർശന മുന്നണിയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗണേഷ് കുമാറായിരിക്കും. അപ്പൊ ഗണേഷ് കുമാർ കൂടാൻ പോകുന്നില്ല ഇനി ആര് വന്നാലും, കാരണം ഗണേഷ് കുമാർ അത്രയും പ്രശസ്തനായി കഴിഞ്ഞു. അതുപോലെ UDFന്റെ സ്റ്റാർ ക്യാമ്പയിനർ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കായിരിക്കും. രാഹുൽ ഗാന്ധി വരുന്ന എന്ന് പറഞ്ഞാൽ പോലും രാഹുൽ മാങ്കൂട്ടം വരുന്നാലായിരിക്കും ആളും കൂടുന്നത്. അപ്പോ രാഹുൽ ഗാന്ധിയെ പിന്നിലാക്കി രാഹുൽ മാങ്കൂട്ടം മുന്നിലേക്ക് വരുന്ന ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക് കേരളം എത്തിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം വെക്കാൻ മറുവശത്ത് ഇപ്പോൾ ഒരു ഗണേഷ് കുമാർ ഉണ്ട് LDFനും തോന്നാം. ചുരുക്കി പറഞ്ഞാൽ LDFും UDFും ഒക്കെ ഇന്ന് മൂല്യച്യുതിയെ ഒരു വലിയ ഭൂഷണമാക്കി തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ പൊതുബോധമാണ് ഇവിടെ വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയം. കേരളത്തിന്റെ മൂല്യബോധമാണ് ഇവിടെ മാറ്റുരച്ചു നോക്കേണ്ട മറ്റൊരു വിഷയം. അതായത് പൊതുബോധത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഏതൊരു വാർത്തയ്ക്കും മൂല്യബോധത്തിനപ്പുറം ഒരു നിലവാരം കൽപ്പിക്കപ്പെടുകയാണ് എങ്കിൽ, അതായത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വേടന്റെ സന്നിധിയിലാണ് എന്ന് വന്നാൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ്: കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുള്ള ആൾക്കാർ സൂപ്പർ സ്റ്റാറുകളായി മാറും. വ്യക്തിപരമായി മൂല്യബോധം നഷ്ടപ്പെടുകയും ആരോപണ വിധേയരാവുകയും അതുപോലെ വ്യക്തിശുദ്ധി ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ സൂപ്പർ സ്റ്റാറുകളായിട്ട് മാറിയാൽ അവരെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാർ മുന്നോട്ട് പോകും. LDFും UDFും അക്കാര്യത്തിൽ പരസ്പരം മത്സരിക്കും. കാരണം LDFനെ സംബന്ധിച്ചൊരു ഗണേഷ് കുമാർ ഉണ്ടെങ്കിൽ UDFനെ സംബന്ധിച്ചൊരു രാഹുൽ മാങ്കൂട്ടമുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നതിനേക്കാൾ കൂടുതൽ ആൾ കൂടുന്നത് രാഹുൽ മാങ്കൂട്ടം വരുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മറ്റേതൊരു നേതാവിനേക്കാൾ കൂടുതൽ ജനപ്രിയനായി മാറാൻ പോകുന്നത് KB ഗണേഷ് കുമാർ ആയിരിക്കും. അപ്പോൾ ഇത് ഈ നാട്ടിലെ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികളും പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും അംഗീകരിച്ചു കൊടുത്ത് കൂടുതൽ വ്യൂവർഷിപ്പും റീഡർഷിപ്പും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അവസ്ഥ. ഇപ്പോ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഗണേഷ് കുമാറിന് അവിഹിതമുണ്ട്, അപ്പോ വോട്ട് കൂടുതൽ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ഓരോ അവിഹിതം ചെയ്ത് വോട്ട് കൂടുതൽ വാങ്ങിച്ചാലോ എന്ന് മറ്റു മന്ത്രിമാരും MLAമാരും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ അവിഹിതത്തിന് ഭയങ്കര ഡിമാൻഡ്. അതുകൊണ്ട് ഇലക്ഷൻ അടുത്ത് വരുമ്പോഴേക്കും എല്ലാ മന്ത്രിമാരും എല്ലാ MLAമാരും ഒന്നിൽ കൂടുതലോ അവിഹിതത്തിൽ പെടാനാണ് സാധ്യത. മാധ്യമങ്ങളെയൊക്കെ നേരത്തെ അറിയിച്ചിട്ട് ഞാനൊരു അവിഹിതം ചെയ്യാൻ പോവാണ്, നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചെന്ന് വീഡിയോയൊക്കെ എടുത്ത് വാർത്തയായി കഴിയുമ്പോൾ വോട്ട് കൂടുതൽ കിട്ടുകയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യുന്ന ഒരു കേരള രാഷ്ട്രീയത്തെ പൊതുബോധം ഉണ്ടാക്കി തീർത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേടന്മാരുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു വലിയ വീരസ്യമായി മാറ്റി അതിനെ ജനപ്രിയതയാക്കി മാറ്റിയാൽ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഗൗരവകരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഈ ചിന്ത ഉണ്ടാവുന്നില്ല, ഈ ചർച്ച നടക്കുന്നില്ല. മൂല്യബോധം തകിടം മറിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് കുമാരനാശാൻ പണ്ട് പാടിയത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു: ഇന്നലെ ചെയ്തോരബദ്ധം മർച്ചൻ ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം. ആ രീതിയിൽ തലതിരിഞ്ഞു നിൽക്കുന്ന ഒരു പൊതുബോധത്തെയും മൂല്യബോധത്തെയും കേരളം സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന ചിന്തയാണ് പൊതുസമൂഹം ഉയർത്തേണ്ടത്.
യെസ്, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് തന്നെ സങ്കടകരമാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രിയാണ് എന്നതാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇവിടെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.